അങ്ങനെ നമ്മുടെ ജൂലൈ മാസം കഴിയാൻ പോവുകയാണ്. ഇനി MIT അതുപോലെ കയ്യിൽ നമ്മൾ ഗിയറുള്ള വണ്ടികളൊക്കെ ഇനി മാറ്റാം. ഇനി 4 ഗിയറിലുള്ള വണ്ടികളിലോട്ടാണ് ഈ ടെസ്റ്റ് വരുന്നത്. ഇനി MITക്ക് ഇനി 2 ദിവസം കൂടി ഉള്ളൂ. ഓഗസ്റ്റ് മുതൽ, ജൂൺ കഴിഞ്ഞു, ഇനി ഓഗസ്റ്റ് മുതൽ ഇനി നമ്മൾ എടുക്കാൻ പോകുന്ന വണ്ടിയാണ്. സ്പ്ലെൻഡറിൽ തൊട്ടാണ് ഇനി 8 എടുക്കാൻ പറ്റുള്ളൂ. 8ഉം അതുപോലെ തന്നെ റോഡിന്റെ ടെസ്റ്റും. ഇനി MITന്റെ കാലം കഴിഞ്ഞു. MIT അല്ല, 22 പഴക്കം കഴിഞ്ഞ എല്ലാ വണ്ടികളും ഗ്രൗണ്ടിൽ നിന്ന് മാറ്റണം. ഇനി പുതിയ മോഡൽ വണ്ടികളിലോട്ട് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് നമ്മുടെ ബൈക്കും കൊണ്ട് കാലിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഗിയറിൽ മാറുന്ന ബൈക്ക് കൊണ്ട് നിങ്ങൾ 8 എടുക്കുമ്പോൾ നമ്മൾ കുറെ MITയും കൊണ്ട് എടുക്കുന്ന വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ടാവും. ഇനിയും ഇന്ന് പറയുന്നത് ബൈക്കിൽ 8 എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതിനെ കുറിച്ചാണ്. ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനെ നമ്മുടെ MIT ഗ്രൗണ്ടിൽ നിന്ന് മാറ്റുവാണ്. ഇനി തൊട്ട് ഇനി വരാൻ നമ്മൾ പോകുന്നത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാലിലെ ഗിയറുള്ള വണ്ടികളും 22 വർഷം കഴിഞ്ഞ പഴക്കം ഉള്ള വണ്ടികളിലൊന്നും ഇനി ഡ്രൈവിംഗ് ടെസ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പൊ നമ്മുടെ MIT കുറെ കാലങ്ങളായിട്ട് പല ആൾക്കാർക്കും ലൈസൻസും കിട്ടിയൊക്കെ വണ്ടിയാണ്. ഇനിയിപ്പോ ഇതില് ബാലൻസിങ്ങിനും ഒക്കെ പഠിക്കാൻ വരുന്നവർക്ക്, ഫസ്റ്റ് സൈക്കിൾ ബാലൻസ് ഒക്കെ ഇല്ലാത്തവർക്ക് മാത്രം നമ്മൾ എന്ത് ചെയ്യുന്നു, ആ MITയിൽ നമ്മൾ പ്രാക്ടീസ് കൊടുക്കുന്നതാണ്. ഇത് നമ്മൾ 8 എടുക്കുന്നത്. നമുക്കിപ്പം ഈ വണ്ടി മാറി ഇപ്പൊ എല്ലാ വെയിറ്റ് കുറവാണ്, നമ്മൾ എല്ലാവർക്കും ലൈസൻസിന് ഉപയോഗിക്കാനും അതുപോലെ തന്നെ എടുക്കാൻ ഈസി ആയിരുന്നു ആ ഒരു വാഹനം. ഇപ്പൊ അത് മാറി, അന്നേരം വാഹനം മാറുന്നതുകൊണ്ട് നമ്മുടെ അളവിലും കാര്യങ്ങളിലൊന്നും വലിയ വ്യത്യാസങ്ങളൊന്നും, ആ സെയിം അളവ് തന്നെയാണ്. പഴയ എന്താണ് അളവ് വന്നിരിക്കുന്നത് ആ ഒരു അളവ് തന്നെയാണ് നമ്മൾ ഈ ബൈക്കിൽ എടുക്കേണ്ടത്. അപ്പം നമ്മൾ എന്തൊക്കെയാണ് ഇനി ബൈക്കിൽ എടുക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ബൈക്കിൽ എടുക്കുമ്പോൾ നമുക്ക് എന്താ പറയുമായിരുന്നു, നമ്മൾ പിന്നെ MIT എടുക്കുമ്പോൾ കാല് വൈഡാക്കി വെക്കണം. ഇനിയിപ്പോ അത് എത്ര ഒരു പോസിബിളായി കാര്യമല്ല നമ്മളിത് ബൈക്കിൽ എടുക്കുമ്പോൾ. അത് ഞാൻ ഗ്രൗണ്ടിനെ ഒന്ന് പറഞ്ഞുതരാം. ഇതിപ്പോ ഈ ഒരു ഗ്രൗണ്ടിന്റെ ഈ ഒരു അളവിൽ തന്നെ, നേരത്തെ അളവ് തന്നെയാണ്. സെൻട്രൽ 8 വന്നു, നടുവില് 16, ബാക്കിയെല്ലാം 8 വരുന്നത്. പുറത്ത് 2 സൈഡിലും സെന്ററിൽ നിന്ന് വരുന്ന എല്ലാ ബാക്കി 8 അടിയാണ് അളവ് വരുന്നത്. അപ്പൊ 8 അടി അളവ് വരുമ്പോ പഴയ അളവ് തന്നെയാണ്. വണ്ടി മാറിയത് കൊണ്ടോ പുതിയ വണ്ടി വരുന്നുണ്ടോ അളവിലല്ലേ ഒരു അടി പോലും നമ്മൾ അളവ് കൂട്ടി വെക്കാനും പറ്റില്ല. അപ്പൊ നമ്മളിവിടെ സ്റ്റാർട്ടിങ് തുടങ്ങി കഴിഞ്ഞാല് ഞാൻ പറയാം, ഇവിടെ നമുക്ക് ഇപ്പോൾ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഉള്ളൂ, ഇവിടുന്ന് സെൻട്രല് അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ റൈറ്റ് സൈഡിൽ നിന്ന് തുടങ്ങുന്നുണ്ട്. ഇപ്പൊ നമ്മൾ ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്നാണ് തുടങ്ങുന്നത്. ചില RTIസിന് കീഴില് റൈറ്റ് സൈഡിൽ നിന്നും തുടങ്ങുന്നവരുണ്ട്. അപ്പോൾ വലതുവശത്തുനിന്ന് ഇടതുവശത്തുനിന്ന് തുടങ്ങുന്നുണ്ട്. നമ്മുടെ ഇവിടുന്ന് വലതുവശത്തു നിന്നാണ് തുടങ്ങി ഇങ്ങനെ കയറുവാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ നിന്ന് കയറി ഇവിടെ ഇങ്ങനെ കയറി കറക്റ്റ് നമുക്ക് സെൻട്രലിൽ വരാം. വാഹനം കറക്റ്റ് സെൻട്രലിൽ വന്ന് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു 16 അടി ഉള്ളൂ. ഇവിടുന്ന് നമ്മൾ ഈ ഒരു കമ്പി അല്ലെങ്കിൽ സ്റ്റിക്കിന്ന് ഈ ഒരു സ്റ്റിക്കിലോട്ട് 16 അടിയാണ് വരുന്നത്. 16 അടി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എത്തിക്കഴിഞ്ഞ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു കമ്പിയിലോട്ട് ഇവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പൊ നമ്മളെ ബോഡി നമ്മൾ നോക്കുന്ന, നമ്മളെ എങ്ങോട്ടാണോ നമ്മൾ നോക്കുന്നത് ആ ഒരു നോട്ടം നമ്മൾ ഇവിടെ ഒരു സൈഡിലോട്ട് വന്ന ശേഷം ഇങ്ങനെ ഒരു റാ പോലെ എന്ത് ചെയ്യണം, നമ്മൾ ആ കമ്പിക്ക് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരണം. നമുക്ക് ഇവിടെ വന്നുകൊണ്ട് ഇപ്പൊ ഇവിടെ സെൻട്രൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഓടിക്കാൻ ബുദ്ധിമുട്ടാണ്. ഇത്രയും അളവ് നമുക്ക് എന്ത് ചെയ്തു, നഷ്ടപ്പെട്ടു. പിന്നെ അവിടെ നിർബന്ധം വണ്ടി ഉറപ്പായിട്ട് വണ്ടി ഈ കമ്പിക്ക് അല്ലെങ്കിൽ തട്ടോ അല്ലെങ്കിൽ നമുക്ക് ഒടിഞ്ഞു കിട്ടില്ല, പുറത്തേക്ക് പോകും. പിന്നെ നമുക്ക് ഒടിഞ്ഞു കിട്ടാൻ ഇപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞ് ഇവിടെ പിടിച്ച് ഓടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മളെന്താണ്, നമ്മുടെ ബോഡി അതിന് തയ്യാറായിരിക്കണം. നമ്മളിപ്പോ വെയിറ്റ് കുറഞ്ഞ, അതിനാണ് നമ്മൾ സ്പ്ലെൻഡർ എടുത്തേക്കുന്നത്. വെയിറ്റ് കുറവാണ്, പല ആൾക്കാർക്കും വണ്ടി എടുക്കാനും സുഖമാണ്. വണ്ടീന്റെ സ്പീഡ് കൺട്രോൾ ആയി കിട്ടും, നമ്മുടെ ബോഡി അതിന് ഇണങ്ങി കിട്ടും, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് നേരെ 16 അടിയുള്ളൂ. 16 ഇവിടെ സെൻട്രൽ കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ എന്ത് ചെയ്യുന്നു, ആ ഒരു സ്റ്റിക്കിലോട്ട് ഇവിടുന്ന് വരണം. ഇവിടുന്ന് വന്ന് ഇങ്ങനെ നമുക്ക് ഈ ഒരു കമ്പിയിലോട്ട് പരമാവധി ചേർന്ന് വന്നു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ വരണം. വണ്ടി ഇങ്ങനെ ഒടിഞ്ഞ് ഇവിടെ വന്ന്, അതായത് നമ്മളെന്ത് ചെയ്യും, നോട്ടം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, മുൻകൂട്ടി കാണാൻ ശ്രദ്ധിക്കണം. ഒരിക്കലും തൊട്ടടുത്ത് വന്നിട്ട് ഇവിടെ നോക്കരുത്. ആ ഒരു ഇത് കഴിഞ്ഞാൽ നമ്മൾ നേരെ നോക്കേണ്ടതാണ്. നേരെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കുന്ന എപ്പോഴും നേരെ മുന്നോട്ട് നോക്കുക. അതുകഴിഞ്ഞിട്ട് ഇവിടെയും വന്നു കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് വീണ്ടും തരുത്, ഒരിക്കലും വലതുവശത്തേക്ക് പോകരുത്. പിന്നെ ലെഫ്റ്റ് സൈഡിലോട്ടാണ്. ഇവിടെ വന്ന് ലെഫ്റ്റ് സൈഡ് വന്ന് ഇങ്ങനെ ഇടതുവശം ചേർന്ന് ഇവിടെ നമുക്ക് സെൻട്രൽ വരാം. സെൻട്രൽ വന്ന് ഇങ്ങനെ ഇറങ്ങി പോകണം. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, പരമാവധി പ്രാക്ടീസ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പ്രാക്ടീസ് ചെയ്ത് എന്ത് ചെയ്യുന്നു, ഇതൊക്കെ എടുക്കാവുന്നേ ഉള്ളൂ. അപ്പൊ സൈക്കിൾ ബാലൻസ് റെഡി ആവണം. ബൈക്കിലാകുമ്പോൾ കുറച്ച് ഈസിയാണ്, നമുക്ക് എടുക്കാൻ പറ്റുന്നതാണ്. ഞാൻ ഒന്ന് കാണിച്ചു തരാം നമ്മൾ എടുക്കുന്നതിനെ കുറിച്ചൊക്കെ.
അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യമേ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാനും വണ്ടി ഓടിക്കാനും. ഇതൊക്കെ ഒരു സേഫ്റ്റിയാണ്, നമ്മൾ ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ. നമ്മൾ തുടങ്ങുവാണ്. ഹെൽമെറ്റ് ഒക്കെ മറന്നു പോകരുത്. ചിലർ ടെൻഷൻ കൊണ്ടൊക്കെ ഹെൽമെറ്റ് ഒക്കെ പിന്നെ ഉപയോഗിക്കാൻ മറന്നു പോകും. അതുപോലെ തന്നെ ഈ സ്റ്റാപ്പ് ഇടുമ്പോൾ നമ്മൾ ഒരു വിരല് ഗ്യാപ്പിൽ വേണം സ്റ്റാപ്പ് ഒക്കെ ഇടാൻ വേണ്ടിയിട്ട്. നമ്മൾ തുടങ്ങണം. നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. ഇവിടുന്ന് തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു റൗണ്ട് കറങ്ങി വരുമ്പോഴത്തേക്കിന് എന്ത് ചെയ്യാം, കാല് കയറ്റി വെക്കാം. ഫസ്റ്റ് ഇട്ടു ഒന്ന് ന്യൂട്രലാക്കിയാൽ മതി. ന്യൂട്രലാക്കി കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ട് ആവും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, ആദ്യം നമ്മള് വലതുകാല് ഫുട്രസ്റ്റിനകത്ത് കയറ്റി വെച്ച് കുറച്ച് ഞാൻ നേരത്തെ ഇപ്പൊ നമ്മൾ മറ്റേ വണ്ടിക്ക് കാലൊക്കെ വൈഡാക്കി വെക്കണം എന്നൊക്കെ പറയും. ഇതത്രയും നമുക്ക് ഈ ടാങ്കിനോട് ചേർന്ന് വെക്കാൻ പറ്റുന്നതാണ്. ടാങ്കിനോട് ചേർന്ന് വെക്കാം. അതുപോലെ തന്നെ സ്റ്റാൻഡൊക്കെ തട്ടി നമുക്ക് ടാങ്കിനോട് വൈഡാക്കി ഒന്നും വെക്കുന്നില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് ബാലൻസ്, വൈഡാക്കി വെക്കുന്നവർക്ക് വൈഡാക്കി വെക്കാം, അടുപ്പിച്ച് വെക്കുന്നവർക്ക് അടുപ്പിച്ച് വെക്കാം. ഞാൻ കുറച്ച് വണ്ടി മുന്നോട്ട് പോയി കഴിഞ്ഞ ശേഷം കാല് കയറ്റി വെച്ചു. എന്നിട്ട് ഇങ്ങനെ കറങ്ങി വരാം. ഇവിടെ നിന്നിപ്പോ വലതുവശത്തുനിന്ന് ഇടതുവശത്തേക്ക് വന്ന് ഇവിടെ ഈ ഒരു കമ്പിക്ക് എത്തിക്കഴിഞ്ഞ് അത് കഴിഞ്ഞിട്ട് വലതുവശത്തേക്ക് ഇങ്ങനെ വലത്തേക്ക് മൊത്തം ചേർന്ന് ഇവിടെ ഈ ടയർ ഇവിടെ എത്തിയ ശേഷം നിങ്ങൾ ഹാൻഡ് തൊട്ട് ഒടിക്കുകയും ചെയ്യരുത്. ഇങ്ങനെ ഒടിഞ്ഞ് വരാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക്. ഇവിടെ സെന്ററിൽ എത്തിക്കഴിയുമ്പോൾ എന്ത് ചെയ്യാം, ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരാം. എന്നിട്ട് ഒരു ഒറ്റ പ്രാവശ്യം ടെസ്റ്റ് എടുത്താൽ മതി. നമുക്ക് കാല് കുത്തിയാലും അല്ലെങ്കിൽ കമ്പി തട്ടിയാലും ഒരു പ്രാവശ്യം ചാൻസ് ഉണ്ടാവുള്ളൂ, രണ്ടാമതൊരു ചാൻസ് ഉണ്ടാവില്ല. അപ്പൊ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴും നിങ്ങൾ ബാലൻസ് ആയി കഴിഞ്ഞ ശേഷം നിങ്ങൾ ഓരോ പ്രാവശ്യം നിർത്തി എടുക്കുക. നമുക്ക് ഒരു ചാൻസിൽ കിട്ടുള്ളൂ. അപ്പൊ ബാലൻസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ബാലൻസ് ആയി കാല് കയറ്റി വെച്ചേക്കുന്നതാണ് നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കറങ്ങി എടുക്കാൻ പറ്റും. അപ്പോൾ വലത് കാല് കയറ്റി വെച്ച് ചെറിയൊരു സ്ലോ റണ്ണിങ് ഉണ്ടാവും. കാലിന്ന് തള്ളിയ ശേഷം ക്ലച്ചിന്ന് പതുക്കെ കാല് റിലീസ് ചെയ്യാം. ഞാൻ വീണ്ടും പറയുകയാണ്, ഇവിടെ സെൻട്രൽ എത്തിക്കഴിഞ്ഞ ശേഷം വീണ്ടും എന്ത് ചെയ്യണം, വലതുവശത്തേക്ക് ഇങ്ങനെ വരിക. വന്ന് ഇവിടെ എത്തി ഞാൻ ഹാൻഡ് മൊത്തം ഓടിക്കുന്നില്ല, ആ ഒരു രീതിയിൽ പുറത്തത്തെ 3 കമ്പിക്കും ചേർന്ന് വന്ന് എന്നിട്ട് നമ്മൾ എങ്ങോട്ടാണോ ഇറങ്ങുന്നത് നമ്മൾ വ്യൂ എപ്പോഴും നമ്മൾ മുന്നോട്ട് ശ്രദ്ധിക്കുക. ഹാൻഡിലോട്ടോ അത് തൊട്ട് മുമ്പിലോട്ടോ നോക്കാണ്ട് ഇവിടെ കയറുവാണ്. ഇവിടെ നിന്ന് കയറുമ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ലക്ഷ്യം ഇവിടെ സെൻട്രലിലെത്തി അത് കഴിഞ്ഞിട്ട് വലതുവശത്തേക്ക് പോകലാണ്. വലത്തെ കമ്പിക്ക് ചേർന്ന് ഒരിക്കലും ഹാൻഡ് എന്ത് ചെയ്യരുത്, ഇവിടുന്ന് ഇങ്ങനെ മൊത്തം ഓടിക്കരുത്. മൊത്തം ഓടിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് ഇങ്ങനെ കറങ്ങി വരാം, നമുക്ക് റാ പോലെ അങ്ങനെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഇവിടെ വന്ന് വീണ്ടും സ്റ്റോപ്പ് ചെയ്യുന്നു. ഇങ്ങനെ കറക്റ്റായി ഒരു 8 കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. വീണ്ടും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, വീണ്ടും കാലും കൊണ്ടൊന്ന് തള്ളി കഴിഞ്ഞ ശേഷം ബാക്കി ക്ലച്ചിന്ന് വിരലെടുത്താൽ മതി. അത് കഴിഞ്ഞ് ഇവിടെ വലതുവശം ഇടതുവശം എത്തിക്കഴിയുമ്പോൾ ഇങ്ങനെ വന്ന് നമുക്ക് ആ ഒരു നിങ്ങൾക്ക് എടുക്കാവുന്ന ഒരു സ്പീഡ് നമുക്ക് സ്ലോ റണ്ണിങ് ഉണ്ടാവും. ഇവിടെ വന്നു ഇങ്ങനെ വന്ന് ഇവിടെ ഇറങ്ങി കഴിയുമ്പം ഒരു 8 കഴിഞ്ഞു. ഇനി ഞാനിപ്പോ അവിടെ എത്തി കഴിയുമ്പോൾ ഇനി ഫുള്ള് ഓടിച്ചു കഴിഞ്ഞാല് നമ്മൾ ഓരോ തെറ്റുകൾ എങ്ങനെയാണ് നിങ്ങൾ കാല് കുത്തുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ഇവിടെ നമ്മൾ സെൻട്രലിൽ കയറി ഇവിടെ നമുക്ക് ബാലൻസ് കിട്ടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവിടെ നമ്മൾ ഈ സെൻട്രലിൽ ഈ ഒരു കമ്പിക്ക് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിനും പെട്ടെന്ന് ഫുള്ള് ഹാൻഡിലിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, പെട്ടെന്ന് ഒറ്റ ഒടിക്കും. ഇങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ നമ്മൾ എന്ത് കാല് കുത്തും. അത് കഴിഞ്ഞിട്ട് ഇവിടെ എത്തി കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഹാൻഡില് എന്ത് ചെയ്യുന്നു, വെറുതെ ഇങ്ങനെ ഫുള്ള് ഇങ്ങോട്ട് ഓടിക്കും. അതിന്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ആ കമ്പി എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്, ഹാൻഡിലിൽ മൊത്തം ഫുള്ള് ഒടിക്കുകയോ ചെയ്യരുത്. അപ്പൊ ഡ്രൈവിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് നമ്മൾ എടുക്കുന്നതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വണ്ടി കയറിയിരിക്കുന്നു. കയറി എന്നിട്ട് എന്ത് ചെയ്യുന്നു, ആദ്യമേ സ്റ്റാൻഡാണ് നമുക്ക് തട്ടേണ്ടത്. സ്റ്റാൻഡ് കെട്ടി അതിന് ഇഗ്നിഷൻ ഓൺ ആക്കുക. എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഇനി ഫസ്റ്റ് ഗിയർ ഇട്ട് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ കാലം അപ്പുറത്തെ കാലാണ് കയറ്റി വെക്കണ്ടേ. ഓക്കെ. ഇനി ആ ക്ലച്ചിന്ന് വെല്ലെടുത്ത് പതുക്കെ അങ്ങനെ വരിക. നമുക്ക് ഇനി ഇവിടെ ഉണ്ടോ, ഇത് കഴിഞ്ഞ് ഇവിടുന്ന് കറക്റ്റ് സെൻട്രലിലായിരിക്കണം വണ്ടി ഉണ്ടാവുന്നത്. ഓക്കെ. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ആ റൈറ്റ് സൈഡിലെ ആ ഒരു കമ്പി അല്ലെങ്കിൽ സ്റ്റിക്കിനോട് ചേർന്ന് വരിക. ഇവിടെ ഇങ്ങനെ വന്നു. അത് ഞാൻ കറക്റ്റ് സെൻട്രലിൽ ഇറങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു, കറക്റ്റ് പുറത്തേക്ക് പോകുന്നു. ഒറ്റ പ്രാവശ്യം നമുക്ക് ചാൻസ് കിട്ടുള്ളൂ. ഒരു പ്രാവശ്യം നമുക്ക് എടുത്താൽ മതി. ഒരു പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ കാല് കുത്തി കമ്പി കട്ടിയാലൊക്കെ ഫെയിൽ ആകും. പിന്നെ അടുത്ത റീടെസ്റ്റിന് ഫീസ് അടച്ചിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും 8 എടുക്കുന്ന ഒരു വീഡിയോ കണ്ടു. 8 എടുക്കുന്നത് എങ്ങനെയാണ്. അപ്പൊ പാർട്ട് 1 8 ആണ് ഫസ്റ്റ് നമുക്ക് ഗ്രൗണ്ട് ടെസ്റ്റാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു, റോഡ്
അത് പാർട്ട് 1 8 പാസ്സായവർക്ക് മാത്രമാണ് റോഡ് ടെസ്റ്റിന് അവസരം കിട്ടുക. അത് റോഡ് ടെസ്റ്റും നമ്മൾ എന്ത് റൂട്ടിൽ കൂടെ ഓടിക്കണം, ഗിയറൊക്കെ ചേഞ്ച് ചെയ്യണം, ഇൻഡിക്കേറ്റർ കാണിക്കണം, ഹാൻഡ് സിഗ്നൽ കാണിക്കണം. ഇങ്ങനെ ഒട്ടനവധി റോഡ് ടെസ്റ്റിനും കുറെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനി മുതൽ നമ്മൾ അടുത്ത മാസം മുതൽ വരാൻ പോകുന്നത് കയ്യില് അല്ലെങ്കിൽ 22 പഴക്കം ചെല്ലാത്ത വാഹനങ്ങളിലാണ് 8ന്റെ ടെസ്റ്റ് എടുക്കുന്നത്. നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്പ്ലെൻഡറാണ് ഉപയോഗിക്കുന്നത്. എല്ലാവർക്കും കുറച്ചും കൂടി ഉപയോഗിക്കാനും 8 എടുക്കാനും ഒക്കെ ഈസി ആയതുകൊണ്ട് നമ്മൾ ഈ സ്പ്ലെൻഡർ ബൈക്കിലാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുമ്പോഴും എന്ത് ചെയ്യുക, കുറെ പ്രാവശ്യം പരമാവധി പ്രാക്ടീസ് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ടെസ്റ്റിന് പോകാൻ ശ്രദ്ധിക്കുക. അതിപ്പോൾ സ്ലോട്ടൊക്കെ കുറഞ്ഞിട്ടുണ്ട്. റീടെസ്റ്റിനാകെ 10 ടെസ്റ്റേ ഉള്ളൂ ഒരു ദിവസം. അപ്പോൾ റീടെസ്റ്റ് കിട്ടാനും ബുദ്ധിമുട്ടായിരിക്കും. എല്ലാവരും പരമാവധി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞ് ടെസ്റ്റിന് പോകാൻ ശ്രദ്ധിക്കുക. ഒരിക്കലും ടെസ്റ്റ് പ്രാക്ടീസും ചെയ്യാണ്ട് ആരും ടെസ്റ്റിന് പോകരുത്. നിങ്ങൾ ഫെയിലായി കഴിഞ്ഞാൽ ടെസ്റ്റ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ പരമാവധി പ്രാക്ടീസ് ചെയ്ത് നല്ലപോലെ ടെസ്റ്റിന് വേണ്ടിയിട്ട് പങ്കെടുക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ.